ഞാൻ ഭയങ്കര ഫിറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ബോഡി കാണിക്കാത്തത്. ഉണ്ടല്ലേ, ഇത്ര ഫിറ്റാണ് ഞാൻ. ഉണ്ടല്ലേ, ഇന്നത്തെ എൻ്റെ പൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ബാഡ്മിൻ്റൻ്റെ കോർട്ടുണ്ട്. ഇതിൽ ചാടി കിടക്കാൻ പറ്റുമോ ആവോ? വേറെ ഒരാളും ചെയ്യില്ല. ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ താറാവ് അതുകൊണ്ട് അതുകൊണ്ട് കിടക്കുന്നു. കനേഡിയൻ പോലീസിൻ്റെ വണ്ടിയാണ്. അധികം വീഡിയോ എടുക്കുന്നതാണ്. ഇനി പോലീസിൻ്റെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അയാളങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോയാലും ഇവിടെ ജയിലെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആ കാണുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എപ്പിക് സ്പോർട്സ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റുമോ എന്നുള്ള യോനെക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ചുമ്മാ ഒന്ന് പോയി നോക്കാമായിരുന്നു. എന്താ ചാർജസ്, എത്ര രൂപയാ എല്ലാം എന്നറിയാമല്ലോ. ചുമ്മാ ഇടയ്ക്കെങ്കിലും വന്ന് ഇങ്ങനെ തട്ടിക്കളിക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ ഞാൻ പോയായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജിമ്മിൽ പോയതിന് ശേഷം അവിടെ റേറ്റെല്ലാം ചോദിച്ചു. റേറ്റ് ഭയങ്കര റേറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരു ആളെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് പറഞ്ഞു, തമിഴ്നാട്ടുകാരൻ, അവൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഗുഡ് ലൈഫിനേക്കാളും റേറ്റ് കുറവുള്ള ഉണ്ടാവും, അവിടെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഞാൻ അതൊരു വീഡിയോ ഇടാം. കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലേ, ഫുള്ള് വെയിലാണ് ഇപ്പോൾ, ഫുൾ സമ്മറായതുകൊണ്ട് വെയിലും ഇങ്ങനെയാണ്. വന്ന് പോയി നോക്കാനാണ്. ചാൻസ് കിട്ടിയാൽ വരണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര റേറ്റാണ്. ഞാൻ വരത്തില്ല കേട്ടോ വഴിക്ക്. ഇവിടെ കുറേ അധികം വണ്ടികളൊക്കെ ഉണ്ട്. ഫുൾ ഇനി ആരൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും ചെയ്തു. കാനഡയിലെ ബാഡ്മിൻ്റൺ ക്ലബ്ബാണ്. എപ്പിക് സ്പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ റൂമിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ ഇവിടെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ ഒന്നുമല്ല. മന്ത്ലി റേറ്റ്സ് എല്ലാം ഉണ്ട്. റേറ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.